ഓപ്പറേഷൻ സിന്ദൂറിൽ വീരമൃത്യു വരിച്ച 6 സൈനികരുടെ പേര് വിവരങ്ങൾ ഇനി ത്യാഗചക്രയിൽ തങ്കലിപികളിൽ എഴുതപ്പെടും. ത്യാഗചക്രയും യുദ്ധസ്മാരകവും ഒന്നുമില്ലായിരുന്ന ഒരു കാലം. ആ കാലത്ത് നിന്ന് ഇന്ന് ഭാരതത്തിന് ദേശീയ യുദ്ധസ്മാരകമുണ്ട്. അതിനു പിന്നിൽ രാജ്യസ്നേഹിയായ ഒരു നേതാവിന്റെ കരുത്തുറ്റ കരങ്ങളാണ്. സുരക്ഷാ ദൗത്യങ്ങളിലും സായുധ കലാപം അടിച്ചമർത്തുന്നതിനുള്ള പ്രതിരോധത്തിലും വീരമൃത്യു വരിച്ചവരെ ഓർക്കാൻ ഉദ്ദേശിച്ചുള്ളതാണ് ദേശീയ യുദ്ധസ്മാരകം. ലോകോത്തര നിലവാരമുള്ള സൗധമായ ദേശീയ യുദ്ധസ്മാരകം ഒരുക്കുമെന്ന് 2014 പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചിരുന്നു. അനശ്വരതയുടെ ചക്രമായ അമർചക്ര, ധീരതയുടെ ചക്രമായ വീരചക്ര, ത്യാഗത്തിന്റെ ചക്രമായ ത്യാഗചക്ര, സുരക്ഷയുടെ ചക്രമായ രക്ഷചക്ര, ഇങ്ങനെ 4 ഏകകേന്ദ്ര വൃത്തങ്ങൾ ഉൾപ്പെട്ടതാണ് സ്മാരകത്തിന്റെ രൂപരേഖ. മധ്യത്തിലുള്ള സ്മാരക സ്തംഭം, കെടാവിളക്ക്, ഇന്ത്യൻ കരസേനയും വ്യോമസേനയും നാവികസേനയും പൊരുതിയ 6 പ്രധാന യുദ്ധങ്ങൾ ആലേഖനം ചെയ്ത വെങ്കല ചുമർ ചിത്രങ്ങൾ ഇതുൾപ്പെട്ടതാണ് ദേശീയ യുദ്ധസ്മാരക സമുച്ചയം. രാഷ്ട്രത്തിന്റെ രക്ഷയ്ക്കായി സ്വന്തം ജീവൻ ത്യജിച്ച വീരന്മാരായ ജവാന്മാരുടെ ശൗര്യഗാഥകൾ അത് സൂക്ഷിച്ചു വെക്കാനാകുന്ന ഒരു യുദ്ധസ്മാരകം എന്നത് നരേന്ദ്രമോദിയുടെ മാത്രം തീരുമാനമാണ്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പാകിസ്ഥാനുമായുള്ള പ്രത്യാക്രമണത്തിനിടെ വീരമൃത്യു വരിച്ച സൈനികരുടെ പേര് വിവരങ്ങൾ ആദ്യമായി സൈന്യം പുറത്തുവിട്ടത് ഇക്കഴിഞ്ഞ ദിവസമാണ്. 5 കരസേനാംഗങ്ങളെയും ഒരു വ്യോമ സൈനികനെയുമാണ് നമുക്ക് നഷ്ടമായത്. ഇവരുടെ ബലിദാനം ഇനി ദില്ലിയിലെ ദേശീയ യുദ്ധ സ്മാരകത്തിൽ ഇടം പിടിക്കുമെന്ന് സൈന്യം അറിയിച്ചു. പഹൽഗാം ഭീകര ആക്രമണത്തിന് തിരിച്ചടിയായി ഭാരതം പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളിലും സൈനിക താവളങ്ങളിലും വ്യോമാക്രമണം നടത്തിയിരുന്നു. 10ാം ഇൻഫൻട്രി ബ്രിഗേഡിലെ സുബേദാർ മേജർ പവൻകുമാർ, ജമ്മു കാശ്മീർ അലൈറ്റ് ഇൻഫൻട്രി റെജിമെന്റിലെ റൈഫിൾമാൻ സുനിൽ കുമാർ ഇദ്ദേഹത്തിന് മരണാനന്തര ബഹുമതിയായിട്ടാണ് വീരചക്ര നൽകിയത്. 5ാം ഫീൽഡ് റെജിമെന്റിലെ ലാൻസ് നായിക് ദിനേശ് കുമാർ, 851ാം ലൈറ്റ് റെജിമെന്റിലെ അഗ്നിവീർ മുടവത്ത് മുരളി നായിക്, 237 ഫീൽഡ് വർക്ക്ഷോപ്പിലെ ഹവിൽദാർ സുനിൽ കുമാർ സിംഗ്, വ്യോമസേന 39ാം വിംഗിലെ സർജൻ സുരേന്ദ്രകുമാർ മരണാനന്തര ബഹുമതിയായി വായു മെഡൽ ഇദ്ദേഹത്തിന് നൽകിയിരുന്നു. ഇവരാണ് രാജ്യത്തിനായുള്ള പോരാട്ടത്തിൽ ബലിദാനികളായത്. യുദ്ധസ്മാരകത്തിലെ ത്യാഗചക്രയിൽ ഗ്രാനൈറ്റ് പാളികളിൽ ഇനി ഇവരുടെ പേരുകൾ ആലേഖനം ചെയ്യപ്പെടും. ഇവരുടെ പരമത്യാഗം എന്നും രാഷ്ട്രസ്മരണയിൽ നിലനിർത്താനാണിത്. 2025 ഭീകരർക്ക് എതിരെയുള്ള പോരാട്ടമടക്കം രാജ്യത്തിനായി ജീവൻ ബലികഴിച്ച മുഴുവൻ ധീര സൈനികരുടെയും പേരുകൾ പുറത്തുവിട്ടിട്ടുണ്ട്. 16 കരിങ്കൽ പാളികളിലെ വൃത്തമാണ് ദേശീയ യുദ്ധസ്മാരകത്തിലെ ത്യാഗചക്ര. അവയിൽ സൈനികരുടെ പേര്, റാങ്ക്, യൂണിറ്റ് എന്നിവ ആലേഖനം ചെയ്യും. സ്വാതന്ത്ര്യാനന്തരം രാജ്യത്തിനായി വീരമൃത്യു വരിച്ചവരുടെ എല്ലാം പേരുകൾ ഇതിലുണ്ട്. 2025 മെയ് 7 ഓപ്പറേഷൻ സിന്ദൂർ തുടങ്ങിയത്. പാകിസ്ഥാനിലെ ഭീകരരുടെ 9 ലോഞ്ചിംഗ് പാഡുകളും പാക് അധിനിവേശ കാശ്മീരിലെ ലഷ്കർ, ജെയ്ഷ്, ഹിസ്ബുൾ ഭീകര സംഘടനകളുടെ ആസ്ഥാനങ്ങളുമാണ് ഇന്ത്യ തകർത്തത്. 100-ലേറെ ഭീകരരെയാണ് അന്ന് കൊന്നൊടുക്കിയത്. തുടർന്ന് പാകിസ്ഥാൻ തിരിച്ചടിച്ചു എങ്കിലും അവരുടെ ആയുധങ്ങൾ ഇന്ത്യ ആകാശ് S-400 മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ, ബ്രഹ്മോസ് അഗ്നി മിസൈലുകൾ എന്നിവ ഉപയോഗിച്ച് തകർത്തെറിഞ്ഞു. ഈ പ്രതിരോധത്തിന് ഇടെയാണ് ഭാരതത്തിന് 6 സൈനികരെ നഷ്ടമായത്. പരമവീരചക്രം നേടിയ 21 പേരുടെ അർദ്ധകായ പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട്. ഇതിൽ ജീവിച്ചിരിക്കുന്ന ജേതാക്കളായ സുബേദാർ മച്ച് ഓണററി ക്യാപ്റ്റൻ, വിരമിച്ച ബാണ സിംഗ്, സുബേദാർ മേജർ യോഗേന്ദ്ര സിംഗ് യാദവ്, സുബേദാർ സഞ്ജയ് കുമാർ എന്നിവരുടെ പ്രതിമകളും ഉൾപ്പെടും. 500 കോടി രൂപ ചിലവിലാണ് യുദ്ധസ്മാരകം നിർമ്മിച്ചിരിക്കുന്നത്. ചക്രവ്യൂഹ രൂപത്തിലുള്ള മതിലുകളിൽ രക്തസാക്ഷിത്വം വഹിച്ച 25,942 സൈനികരുടെ പേരുകൾ തങ്കലിപികളിൽ ആലേഖനം ചെയ്തിട്ടുണ്ട്. വൃത്താകൃതിയിലുള്ള 4 ഭാഗങ്ങളിൽ അനശ്വരതയുടെ പ്രതീകമായ അമർചക്ര, ധീരതയുടെ പ്രതീകമായ വീരതചക്ര, ത്യാഗസ്മരണയിൽ ത്യാഗചക്ര, സുരക്ഷയുടെ പ്രതീകമായ രക്ഷക് ചക്ര എന്നിവയാണ്. 21 പരംവീര ചക്ര ജേതാക്കളുടെ പ്രതിമകളുമായി പരംയോധ സ്ഥലം, നടുവിലെ അണയാത്ത ജ്യോതിയും യുദ്ധസ്മാരകത്തെ ആകർഷകമാക്കുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മസ്.